കൊച്ചിയിലെ മെഗാ ഗിന്നസ് നൃത്ത തട്ടിപ്പിൽ സുരക്ഷാ വീഴ്ചയ്ക്കൊപ്പം വ്യാപകമായ പണപ്പിരിവും നടന്നു. ന്യൂസ് 18 പുറത്തുവിടുന്ന ഓഡിയോ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിരവധി ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷമായി പണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങളാൽ നൃത്തത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ആൾക്കാർക്ക് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ നിങ്ങൾ നിയമ പോരാട്ടത്തിന് പോകൂ എന്നായിരുന്നു മറുപടി. വ്യക്തിപരമായി ഞങ്ങൾ ആരും പണം വാങ്ങിയിട്ടില്ല, കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്, അത് നിയമപരിരക്ഷയുണ്ട് എന്നും വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയി പണം വാങ്ങാം എന്നുമാണ് ഈ പാവപ്പെട്ട നൃത്ത അധ്യാപകരോട് ഇവർ പറഞ്ഞു വെച്ചത്. നിരവധി കുട്ടികളെ ഇങ്ങനെ വലിയൊരു സംഭവത്തിന്റെ ഭാഗമാക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച അധ്യാപികമാരിൽ പലർക്കും വലിയ തട്ടിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ആശ്വാസകരമായ കാര്യം MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഈ സുരക്ഷാ വീഴ്ചയുടെ പണം തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിയമപരമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കമ്പനിയും മൃദംഗാവിഷ്ണു എന്ന കമ്പനിയും അതുമായി ബന്ധപ്പെട്ട ഒരാളും. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നൃത്ത അധ്യാപികയായ മയൂര സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ ശ്രീമതി സുരഭി M. നായർ ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ട ഒരാളാണ്. ഷമീർ എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുരഭി ഈ ഓഫീസിനെ സമീപിക്കുകയും മൃദംഗാവിഷ്ണുവിൽ പരാതിപ്പെടുകയും ചെയ്തപ്പോൾ ഷമീർ CEO എന്ന് പരിചയപ്പെടുത്തിയ ആൾ സംസാരിച്ചു സുരഭിയോട്. ആ ഓഡിയോ സംഭാഷണത്തിലേക്ക്, ന്യൂസ് 18 പുറത്തുവിടുന്ന ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്ന് പോകാം. ഹലോ സുരഭി, അതെ. ഞാൻ മൃദംഗാവിഷ്ണുവിന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ CEO ആണ് കമ്പനിയുടെ. പിന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ എന്തോ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട്. എന്തായിരുന്നു ഒന്ന് പറയാവോ? പേയ്മെന്റ് മാറും, 2900 അല്ല 3500 ആകും എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കയറ്റിയത്. കവിത ഞാനും ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു, കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം, പേയ്മെൻറ്റ് തിരിച്ചിപ്പം തന്നെ തരണം, കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ അറിയിച്ചു. അപ്പോൾ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മെസ്സേജസിനൊന്നും. അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പോൾ എന്നെ ഒരുമാതിരി ഞാനൊരുമാതിരി എന്തോ അവരെ ചീറ്റിയത് കണക്കായി. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ തുടരാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല, അത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയാത്ത അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഈ കോടതി കേസ് പറഞ്ഞിട്ട് എന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ്. കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു, അക്സെപ്റ്റ് ചെയ്തിട്ട ആ ഒരു കാര്യം അവിടെയുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആണ്, അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചറിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് കേസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. മൃദംഗാവിഷ്ണുവിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം മൃദംഗാവിഷ്ണുവാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ പൈസ അടച്ചിരിക്കുന്നത് മൃദംഗാവിഷ്ണുവിന്റെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് നിഗോഷ്യന്റെയോ പറയുന്ന കവിതയുടെ അക്കൗണ്ടിലേക്കല്ലല്ലോ നിങ്ങൾ പൈസ അടച്ചത്. നിങ്ങളും കമ്പനിയുമായിട്ടുള്ള ആ ഡീലില് ആണ് ഈ കാര്യം നടന്നിരിക്കുന്നത് അല്ലെ. കമ്പനിയെ അല്ലല്ലോ എന്നോട് സംസാരിച്ചത്, ഈ രണ്ട് വ്യക്തികളാണല്ലോ. അവരാണല്ലോ എന്നെ മിസ്ഗൈഡ് ചെയ്തത്, എന്നെ അതിലോട്ട് വലിച്ചിട്ടതും എന്റെ പേയ്മെന്റ് എടുത്തതിന് ശേഷം 3500 ആണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും കമ്പനി ഡയറക്റ്റ് അല്ലല്ലോ, ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചതും ഒക്കെ. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക്
അതൊരു വലിയ എമൗണ്ട് ആണ് 32,000 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഈവന്റ് ആണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ എത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഇൻഫോം ചെയ്തത് സുരഭി എം നായർ എന്ന മയൂര സ്കൂൾ ഓഫ് ഡാൻസിലെ അധ്യാപിക, അവർ ഈ തരത്തിൽ കുട്ടികളിൽ നിന്ന് അവരെ ഈ വലിയ പ്രധാനപ്പെട്ട ഇവന്റ് ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുട്ടികളും രക്ഷിതാക്കളെയും സംബന്ധിപ്പിച്ച് പണമടച്ചതാണ്. 32,000 രൂപ അടച്ചു. പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഒക്കെ ഒരു കാഠിന്യവും ഈ പറഞ്ഞതുപോലെ കൂടുതൽ പണം വേണമെന്നുള്ള കാര്യങ്ങളും ഒക്കെ. തുടർന്ന് ഇവർ നിയമ നടപടിയിലേക്ക് പോകുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ CEO ആയ ഷമീർ ഇത്തരത്തിൽ സുരഭിയോട് സംസാരിക്കുന്നത്. സുരഭി എം നായർ ടെലിഫോൺ ലൈനുണ്ട്. സുരഭി, ഈ ഓഡിയോ സംഭാഷണം ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയായിരുന്നു. ഇത് വലിയൊരു തട്ടിപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വ്യാപകമായി ഒരു വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പണം ഇവർ സ്വീകരിച്ചിരുന്നുവെന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പണം തിരികെ നൽകില്ല എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ നടത്തിയിരുന്നുവെന്നും അല്ലേ മനസ്സിലാക്കേണ്ടത്? സുരഭിയുടെ അനുഭവം എന്തായിരുന്നു? അതെ, ഇവര് ആക്ച്വലി മെയിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി ഒക്കെ ആയപ്പോ, ഫെബ്രുവരി തുടക്കത്തിൽ ഞങ്ങളെ പോലുള്ള കുറച്ച് പേരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു. ഉടനെ തന്നെ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പോവും, ഐറ്റം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പൈസ പെട്ടെന്ന് അടയ്ക്കുന്നത്. എന്നിട്ട് ഈ പരിപാടി നടക്കുന്നത് ഡിസംബറിലാണ്. അവർ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഈ കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുള്ളായിരുന്നു. ഇപ്പൊ പരിചയമുള്ള ഒരു അധ്യാപിക പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ വിശ്വാസം വെച്ചിട്ടാണ് ഇതിലോട്ട് വേഗം പൈസ അങ്ങ് അടച്ചത്. കുട്ടികളുടെ ആദ്യ ഗഡുവാണ് അടച്ചത്. പിന്നെയാണ് തിരിച്ച് ഉടനെ 2 ദിവസം തന്നെ മറ്റൊരു അധ്യാപിക പറഞ്ഞറിഞ്ഞു. എന്നോട് പറഞ്ഞത് ആദ്യം 2,900 അതിന്റെ കൂടെ ടാക്സ് ഉണ്ടെന്ന്. അത് ഞാൻ നെഗോഷ്യനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അത് നിങ്ങൾക്ക് അറിയത്തില്ല, ടാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ സർട്ടിഫിക്കറ്റിന് ഇനി വേറെ പൈസ നിങ്ങൾ വാങ്ങിക്കോ? എപ്പോഴും ഇങ്ങനെ പൈസ മാറ്റി പറയാൻ എനിക്ക് പാരന്റ്സിനോട് പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഇതിന് താല്പര്യമില്ല, ഞാൻ ഇപ്പൊ ഇന്നലെയല്ലേ പൈസ അടച്ചിട്ടുള്ളൂ, പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് പിന്നെ അവർ എന്റെ കോളോ മെസ്സേജോ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ എന്നെ ഇതിലോട്ട് ചേർത്ത് അധ്യാപിക പോലും എന്നെ പരിചയമില്ലാത്ത കണക്ക് ഒരു ഭാവവും ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. അവസാനം ഇവര് 2ാമത്തെ ഗഡു അടയ്ക്കാനായി വീണ്ടും പ്രഷർ തരുമ്പോഴാണ് ഞാൻ ഇവരോട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പറയല്ലേ പൈസ തിരിച്ചു തരുമെന്ന്. ഇത് ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ CEO എന്നെ വിളിക്കുന്നത്. ആ ഒരു വേർഡ് ലീഗലി മൂവ് ചെയ്യുന്ന ഒരു ടേം കേട്ടപ്പോൾ ഉടനെയാണ് CEO വിളിച്ചത്. ആ സെക്കൻഡ് വിളിച്ചു. എന്നിട്ടാണ് ആ സംഭാഷണം നിങ്ങൾ കേട്ടല്ലോ, ഒരു പൈസ പോലും തരത്തില്ല, അത് ഞങ്ങളുടെ റൂൾസിലുള്ളതാണ്, നിങ്ങൾ ഏത് കോടതി പോലും ഞങ്ങൾക്ക് വക്കീലുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഭീഷണിയുടെ സ്വരം മുഴക്കിയത്. അതാണ്. എന്നിട്ട് ഈ പിന്നീട് ഈ പറഞ്ഞ ഈ ഡയറക്ടർ നമ്മൾ സംസാരിച്ചത് ഇയാൾ പറയുന്നത് CEO ആണ് എന്നുള്ളതാണ്. മറ്റ് അതോടുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയില്ലല്ലോ അല്ലേ? നിങ്ങളെ ഉൾപ്പെടുത്തതുമില്ല, നിങ്ങൾ പങ്കെടുത്തതുമില്ല, പണവും കിട്ടിയില്ല. ഇല്ല, പണവും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സാരി കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഏതാണ്ട് 3,500 പകുതി എന്ന് പറയും കൂടുതൽ ഞങ്ങൾ അടച്ചല്ലോ, 1,900 രൂപ അടച്ചല്ലോ. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതൊന്നും അവര് പ്രൊവൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടികളെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? കുട്ടികളിൽ നിന്ന് വാങ്ങിയ പണമായിരുന്നു? അവരൊക്കെ താങ്കൾ പറയുന്നുണ്ട് സാധാരണക്കാരായ കുട്ടികളാണ്, അവർക്ക് ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടുമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ ഈ പണം മുടക്കിയത്. അതെ, ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് പാരന്റ്സിന് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് വാസ്തവമായ സത്യസന്ധമായ ഒരു പരിപാടി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് എനിക്ക് ചെറുതിലെ തൊട്ടേ പരിചയമുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഒരു നൃത്താധ്യാപിക തന്നെയാണ്. അപ്പൊ അവരോടത്തുള്ള ട്രസ്റ്റും കൂടി വെച്ചിട്ട് ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പാരന്റ്സിനോട് ഗ്രൂപ്പിലിട്ടോ, താല്പര്യമുള്ളവർക്ക് കയറാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ യുവജനോത്സവത്തിലും ഒന്നും പങ്കെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും അവർക്ക് ലൈഫിൽ കിട്ടുമെങ്കിലും നല്ലതല്ലേ എന്ന് പാരന്റ്സും കരുതി കാണും. അങ്ങനെയാണ് അവർ ഇതിലോട്ട് ഇറങ്ങുന്നത്. ചുരുക്കം പറഞ്ഞാൽ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റിയില്ല, മുടക്കി കാശും തിരിച്ചു കിട്ടിയില്ല. ഇല്ല, അഡ്വാൻസ് തുക തിരിച്ചു തരത്തില്ലെന്ന് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവർ അവസാനം ആരുമായിട്ടാ സംസാരിച്ചത്? ഞാൻ ഈ ലാസ്റ്റ് സംസാരിച്ച ഫോൺ സംഭാഷണമായിരിക്കും CEO ഷമീറുമായിട്ട്. അതെന്നായിരുന്നു? അത് ഡിസംബർ 24-ാം തീയതി. അതിനുശേഷം ഇവരുടെ റെസ്പോൺസുകളൊന്നുമില്ല? ഇല്ല, പിന്നെ ഒന്നുമില്ല. ശരി, നന്ദി സുരഭി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. സുരഭിയുടെ അനുഭവമാണ് സുരഭി പങ്കുവച്ചത്. എന്നോട്